എല്ലാവർക്കും എൻ്റെ സന്തോഷമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ട് ദ വേൾഡ് ഓഫ് സൗണ്ട്സ്, അതായത് നാദലോകത്തിൽ കേൾക്കുന്ന ശബ്ദങ്ങളെക്കുറിച്ചാണ് സ്വാമി മുക്താനന്ദ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പകുതിയിൽ വെച്ച് നിർത്തി. എന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം എല്ലാം കൂടെ ഒന്നിച്ച് വേണ്ടാന്ന് വിചാരിച്ചാണ് നമ്മളതിനെ 2 വീഡിയോ ആയിട്ട് പറയുന്നത്. അപ്പം നമുക്കും കുറച്ചും കൂടെ ആ നാദങ്ങളൊക്കെ കേട്ട് ലയിച്ച് സന്തോഷിച്ചിരിക്കും. അപ്പം വീഡിയോ കേൾക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് വെറും അറിവ് നൽകുന്നത് മാത്രമല്ല, അറിവ് പകരുന്നത് മാത്രമല്ല, അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടണം, ഇല്ലയോ? ഏത് നമുക്ക് ചെയ്താലും അതിലൊരു സന്തോഷം കിട്ടണം. അപ്പം സ്വാമി മുക്താനന്ദ മാത്രം അങ്ങനെ സൗണ്ട് കേട്ട് നാദങ്ങൾ കേട്ട് സുഖിച്ചിരിക്കണ്ട. നമുക്കും അതൊക്കെ എന്തുവാണെന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്കും ഇതൊക്കെ നടക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഫസ്റ്റ് തിങ്. ഇപ്പം കമൻസിലൊക്കെ എഴുതുന്നുണ്ട് ഒരുപാട് മടിയാണ്, ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്താൽ 4 ദിവസം ഉറങ്ങിപ്പോന്നു, ചെയ്യാൻ മടിയാണ്. അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഒരാളിന് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഒരു ദിവസം നമ്മൾ നല്ല രീതിയിൽ എണീച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. അപ്പം അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് സന്തോഷമായിരിക്കും. അടുത്ത ദിവസം എണീക്കാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് നമുക്ക് ഒരു കുറ്റബോധം വരും, നമ്മളുടെ പുറത്ത് നമുക്ക് ദേഷ്യം വരും. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ മെഡിറ്റേഷൻ ചെയ്യണം, ധ്യാനത്തിലിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഈ സംസാര സാഗരത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങി നടക്കുമ്പം നമുക്കതൊക്കെ സ്വാഭാവികമാണ്, നാച്ചുറലാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു യോഗിയെ സംബന്ധിച്ചവരെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വേണം. ഇപ്പോൾ രാവിലെ 3 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 9 മണിക്ക് ഉറങ്ങിയിരിക്കണം. 9 മണിക്ക് ഉറങ്ങുന്നവർക്കേ രാവിലെ 2:30-ക്ക് 2:45-ന് 3 മണിക്ക് എണ്ണിറ്റാൽ കണ്ണിൽ നീറ്റലില്ലാതെ ഉറക്കം തൂങ്ങാതെ ഇരുന്ന് നമുക്ക് സാധകം ചെയ്യാൻ പറ്റും. അപ്പം ഈ ഫാമിലി ലൈഫിലിരിക്കുമ്പം നമുക്ക് എല്ലാ ദിവസവും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. നമ്മൾ തുടർന്ന് ചെയ്യുക, നമ്മളെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക എന്ന് ഒരു ഉറപ്പ് എല്ലാവരുടെയും മനസ്സിൽ വേണം. എൻ്റെ വീഡിയോ കേൾക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉറപ്പ് വേണം. അതായത് സ്വാമി മുക്താനന്ദ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നോ അതുപോലെയൊക്കെ എനിക്കും ഒരു ദിവസം നടക്കും, അത് ഈ ജന്മത്ത് തന്നെ നടക്കും, അപ്പോൾ എനിക്കും ഈ ജന്മത്ത് തന്നെ മുക്തി കിട്ടും എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം വേണം. പക്ഷേ അഷ്ടവക്രഗീതയിൽ പറയുന്നുണ്ട്, ജനക മഹാരാജായ്ക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പറയും, നീ ആദ്യം ഉറച്ച ഒരു വിശ്വാസത്തിലിരി. എന്തുവാ? നീ മുക്തനാണ്, നിനക്ക് ഓൾറെഡി മുക്തി കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. അതാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ മുക്താനന്ദ മാത്രം സൂഹിക്കാൻ വിടണ്ട, നമ്മളും കൂടെ കയറി എന്തൊക്കെയാണെന്നുള്ളതെങ്കിലും അറിഞ്ഞു വയ്ക്കാം. ഓക്കെ, ഇതിൽ അടുത്ത ഒരു 2-3 പേജ് നമ്മൾ നോക്കി. അടുത്ത പേജിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അതിൽ സ്വാമി മുക്താനന്ദ ഏതോ ഒരു ബുക്കിൽ പഠിച്ചതായിട്ട് ഇവിടെ ഓർക്കുന്നു. അതായത് കൃഷ്ണലീലയെക്കുറിച്ച്. അപ്പോൾ ഈ ബൃന്ദാവനിൽ ഇപ്പോഴും 7 മണിക്ക് നടയടയ്ക്കും. 7 മണിയോട് ദീപാരാധനയോടുകൂടി എല്ലാവരെയും പുറത്താക്കും. പിന്നെ നമുക്ക് ആർക്കും അവിടെ പ്രവേശനമില്ല. എന്താണെന്ന് വെച്ചാൽ 7:30-8 മണിയൊക്കെ ആകുമ്പം കൃഷ്ണൻ ഇന്നും അവിടെ വരുന്നുണ്ട്, എല്ലാ ഗോപികമാരും അവിടെ വരുന്നുണ്ട്. കൃഷ്ണൻ ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. ആ കൃഷ്ണൻ്റെ ഫ്ലൂട്ട് വായന കേട്ട് ഗോപികമാർ മത്തുപിടിച്ച് മയങ്ങി കിടപ്പുണ്ട് അവിടെ. അത് മനുഷ്യരായ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, കാണരുത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം പുറത്താക്കുന്നത്. ഓക്കെ, അപ്പം ആരും അവിടെ ഒളിഞ്ഞു നിന്നും തൂണിൻ്റെ പുറയിലും മതിലിൻ്റെ പുറയിലും ഒന്നും ഒളിഞ്ഞു നിന്നൊന്നും നോക്കാൻ പറ്റില്ല. നമ്മളുടെ ഈ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്
ഇന്നും അവിടെ നടക്കുന്നു എന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പം മുക്താനന്ദ ഇങ്ങനെ എവിടെയോ വായിച്ചെന്ന്, എന്ത് വായിച്ചെന്ന് വെച്ചാൽ ഒരു ഗോപിക പറയുക, ഓ ലോഡ് സ്റ്റോപ്പ് പ്ലേയിങ് യുവർ ഫ്ലൂട്ട്. അപ്പോൾ കൃഷ്ണ, നിൻ്റെ ഫ്ലൂട്ട് വായനയെ ഒന്ന് നിർത്ത്. നിൻ്റെ ഫ്ലൂട്ടിൻ്റെ നാദം കേൾക്കുമ്പം ഞാൻ എന്നെയേ മറക്കുന്നു. എനിക്കിപ്പം വീട്ടിൽ പോകാനുള്ള സമയമായി. എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഞാൻ അവർക്ക് പോയി ചോറ് കൊടുക്കണം. എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കും. അദ്ദേഹത്തിന് ചോറ് വിളമ്പി കൊടുക്കണം. എൻ്റെ വയസ്സായ അമ്മമാരും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് വീട്ടിൽ. അവരെല്ലാം ഞാൻ വേണം പോയി സംരക്ഷിക്കാൻ. നീ ഇങ്ങനെ ഫ്ലൂട്ട് വായിച്ച് എന്നെ മയക്കി കിടത്തിയാൽ പിന്നെ ഞാൻ എങ്ങനെ പോകും? എന്നെക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. നിൻ്റെ ഫ്ലൂട്ടിൻ്റെ ശബ്ദം കൊണ്ട് എന്നെ കെട്ടിയിട്ടിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഫ്ലൂട്ടിനെ ഒന്ന് നിർത്തുമോ എന്ന് ഒരു ഗോപിക കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് വായിച്ചതായിട്ട് മുക്താനന്ദ ഓർക്കുന്നു. ഇപ്പം ഇത് ഒരു ഗോപികയ്ക്കല്ല, അവിടെ ഉള്ള ഗോപികമാർ എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ അതുമാത്രമല്ല, ഗോപികമാർക്ക് മാത്രമല്ലല്ലോ ഈ അവസ്ഥ. അവിടെ ചുറ്റിയിലുമുള്ള ആടിനും മാടിനും പശുക്കിടാവിനും പശുവിനും എല്ലാവർക്കും ഈ മയക്കമാണ് ആ ഫ്ലൂട്ട് കേട്ട് കഴിഞ്ഞാൽ. കൃഷ്ണൻ്റെ ആ പുല്ലാങ്കുഴലിൽ നിന്ന് ഓടക്കുഴലിൽ നിന്ന് വരുന്ന നാദം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് മയങ്ങിയിരിക്കുക. പിന്നെ അവർക്ക് ഈ ലോകത്തിനെക്കുറിച്ച്, ഈ ജീവിതത്തിനെക്കുറിച്ച് യാതൊരു പ്രജ്ഞയും ഇല്ല. അങ്ങനത്തെ നാദമാണ് കൃഷ്ണൻ വായിക്കുന്ന ഫ്ലൂട്ടിൽ നിന്ന് വരുന്ന നാദം. ഓക്കെ, അപ്പം ഓ ബിവിച്ചർ ഓഫ് ദ മൈൻഡ്, ഓ എൻ്റെ മനസ്സിനെ അങ്ങ് കെട്ടിയിട്ടിരിക്കുമല്ലേ നീ. ഇതൊക്കെ വായിക്കുമ്പോൾ എന്ത് രസമുണ്ടെന്നോ. പ്ലീസ് സ്റ്റോപ്പ് പ്ലേയിങ് യുവർ ഫ്ലൂട്ട്, പ്ലീസ് സ്റ്റോപ്പ് പ്ലേയിങ് യുവർ ഫ്ലൂട്ട്. ഐ ഹാവ് ടു ഗോ ആൻഡ് ഫീഡ് മൈ ചിൽഡ്രൻ. ഐ ഹാവ് ടു ഗിവ് മൈ ഹസ്ബൻഡ് ഹിസ് മീൽ, ഹിസ് മദർ ആൻഡ് ഫാദർ. ഹിസ് മദർ, എൻ്റെ അമ്മയും അച്ഛനും അല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും. ഹിസ് മദർ ആൻഡ് ഫാദർ മസ്റ്റ് ബി വെയിറ്റിംഗ് ഫോർ മീ. ഹാവ് മേഴ്സി, സ്റ്റോപ്പ് പ്ലേയിങ് യുവർ ഫ്ലൂട്ട്. എന്ന് വെച്ചാൽ ഹാവ് മേഴ്സി എന്ന് വെച്ചാൽ എൻ്റെ പുറത്ത് കുറച്ച് ദയ കാണിക്കൂ. ദയവായിട്ട് ഞാൻ കാല് പിടിച്ച് കേൾക്കുക. കൃഷ്ണ, നിൻ്റെ ഫ്ലൂട്ടിൻ്റെ നാദത്തിനെ കുറച്ച്, ഫ്ലൂട്ട് വായിക്കുന്ന കുറച്ച് നിർത്ത്. അങ്ങനെയാണ്. സോ ദ ഗോപി ഹംബ്ലി പ്രേസ് ടു ദ ലോർഡ്. പ്രേസ് ടു ദ ലോർഡ് എന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അതുപോലെയാണ് ഇപ്പം ഇവിടെ സ്വാമി മുക്താനന്ദയുടെ അവസ്ഥയും. അപ്പം അദ്ദേഹം ആ അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പം അദ്ദേഹത്തിന് ഇത് വായിച്ച ഓർമ്മ വരുന്നു. ഇത് ഈ രാസലീല, കൃഷ്ണലീല എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞാനും വായിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ റെഫറൻസ് ഉണ്ട് അങ്ങനെ. അപ്പം അതുപോലെയാണ് ഇപ്പം ഈ നാദലോകത്തിൽ ഇരിക്കുന്ന സ്വാമി മുക്താനന്ദയുടെ അവസ്ഥയും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ അപ്പം ഇദ്ദേഹം പറയുന്നത്, ഈ നാദങ്ങൾ കേൾക്കുമ്പം ഞാൻ എന്നെ അങ്ങ് മറക്കുക. ഇറ്റ് ഈസ് ദ ത്രോബിംഗ് വൈബ്രേഷൻസ് ഓഫ് പരാശക്തി മഹാമായ ശ്രീ കുണ്ടലിനി. ഈ ത്രോബിംഗ് എന്ന് വെച്ചാലേ ഇങ്ങനെ വെടിക്കുന്ന പോലെ. ചിലപ്പം ഈ തലവേദന പറയുമ്പോഴേ ത്രോബിംഗ് ഹെഡേക്ക് എന്ന് പറയും. ത്രോബിംഗ് ഹെഡേക്ക് എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ തുടിക്കും. ഇവിടുത്തെ ഞരമ്പൊക്കെ ഇങ്ങനെ തുടിക്കും. അങ്ങനെ ഞരമ്പുകൾ പിടയ്ക്കുന്നത് അവർക്ക് മനസ്സിലാകും, അത്രയ്ക്ക് വേദന. അതാണ് ത്രോബിംഗ് ഹെഡേക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ ത്രോബിംഗ് വൈബ്രേഷൻസ്, ആരുടെ ത്രോബിംഗ് വൈബ്രേഷൻസാണ്? ഇത് പരാശക്തിയുടെയാണ്, മഹാമായയുടെയാണ്, ശ്രീ കുണ്ടലിനിയുടെയാണ്. ഈ ചിത്ശക്തിയുടെ വൈബ്രേഷൻസാണ് ഈ നാദങ്ങളൊക്കെ.
അപ്പം ഇതൊക്കെ കേൾക്കുമ്പം ഞാൻ എന്നെ തന്നെ അങ്ങ് മറക്കുക. എത്ര നന്നായിട്ട് പറയുന്നു. അപ്പം മുക്താനന്ദ പറയുക, ഗോഡ് ഒറിജിനലി മാനിഫെസ്റ്റഡ് ആസ് സൗണ്ട്. അത് ഇന്നലെ നമ്മൾ കണ്ടു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഗോഡ് മാനിഫെസ്റ്റഡ് ആസ് സൗണ്ട് ആൻഡ് ലൈറ്റ്. ഒന്ന് വെളിച്ചമായിട്ടും ഇനിയൊന്ന് ശബ്ദം, നാദമായിട്ടുമാണ് ദൈവം, സൂപ്പർ നാച്ചുറൽ പവർ, അതിനെ ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. ഓക്കെ. അപ്പം പിന്നെയും പറയുന്നു, ഈ നാദം കേൾക്കുമ്പം എൻ്റെ ദേഹം ആ മ്യൂസിക്കിനേറ്റ പോലെ ഡാൻസ് കളിക്കുക, വളയുക, തിരിയുക. മുക്താനന്ദ ഒരു ഡാൻസും പഠിച്ചിട്ടില്ല, ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒന്നും പഠിച്ചിട്ടില്ല. എന്നാലും ആ ദേഹം അതിനേറ്റ പോലെ അങ്ങ് വളഞ്ഞു കൊടുക്കുക. ചിലപ്പം ബോഡി ഫോൾ ഇൻ ടു പീസസ്. അത് ചിലപ്പം നല്ല ഭയങ്കര വൈബ്രേഷനും കേൾക്കുമ്പോഴേ ഈ ദേഹം അങ്ങനെ പീസായിട്ട് കീറിപ്പോകുന്ന പോലെ, തുണ്ടമായിട്ട് മുറിഞ്ഞു പോകുന്ന പോലെ, ഇറ്റുപോകുന്ന പോലത്തെ ഫീലിങ്സ്. പിന്നെ അങ്ങനത്തെ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞില്ലേ 5 ലെയർ ഉണ്ടെന്ന്. 5ാമത്തെ ലെയറാണ് ആനന്ദമയ കോശ. അന്നോട്ടേ ഞാൻ പറയുന്നു, നമുക്കറിയാനൊക്കുന്നത് ഈ ഫസ്റ്റ് 3 കോശങ്ങളാണ്. 4ഉം 5ഉം, അതായത് 4ാമത്തെ കോശം വിജ്ഞാനമയ കോശം, അത് അറിവുപൂർവം ചിന്തിക്കുന്നത്. 5ാമത്തെ കോശമാണ് ആനന്ദമയ കോശ. ഈ ആനന്ദമയ കോശ എന്ന് പറയുന്നതാണ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. ഈ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ? തന്നെ മറന്ന് ആ പരമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്. അപ്പം ആ സ്ഥിതിയിലിരിക്കുമ്പം നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല. അങ്ങനെയാണ് ഇവരൊക്കെ സമാധിയിലോട്ട് പോകുന്നത്. ഈ സമാധിയിൽ പോകുമ്പം 7 ദിവസമാണോ 10 ദിവസമാണോ, ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് പോകും. ഈ വേറെ ഉപാധികളൊന്നുമില്ല, ഈ വിസർജന പരിപാടികളൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, കഴിക്കുന്നില്ല, പിന്നെ ബാക്കിയൊന്നുമില്ല. അതിൽ തന്നെ മറന്ന് ഇരിക്കും. നമ്മുടെ രാമകൃഷ്ണ പരമഹംസർ അങ്ങനെയാണല്ലോ. എത്രയോ യോഗികൾ അങ്ങനെയാണ്, എത്രയോ മഹാന്കൾ അങ്ങനെയാണ്. ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അവരായിട്ട് അവർക്കും സ്വയം അതിനെ മതിയാക്കാൻ പറ്റില്ല. അപ്പം അവരുടെ ദേഹത്തുള്ള കുണ്ടലിനി ശക്തി വിചാരിക്കണം, ഭക്ത ഇത് മതിയടാ നിനക്ക്, ഈ ഡോസ് ഇന്നത്തേക്ക് മതി എന്ന് എപ്പം കുണ്ടലിനി ശക്തി വിചാരിക്കുന്നോ അപ്പോഴേ അത് നിൽക്കത്തുള്ളൂ. അതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഓക്കെ. അപ്പം അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ പാട്ട് കേട്ട് ഡാൻസ് കളിച്ച് ഇങ്ങനെ മത്ത് പിടിച്ച് ഇരിക്കുമ്പം ഉള്ളിൽ അമൃതം ചുരക്കുന്നു. അമൃതം ചുരക്കുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വേറെ പല വീഡിയോസിലും കേട്ട് കാണും. ഈ അമൃതം ചുരക്കുന്നതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ അങ്ങേ അറ്റത്തെ ബ്ലിസ്ഫുൾ സ്റ്റേറ്റാണ്. അത് പരമാനന്ദത്തിൽ മുങ്ങിത്തിളയ്ക്കുമ്പം മാത്രമേ നമുക്ക് ആ നെക്ടർ എന്ന് പറഞ്ഞാൽ അമൃതം തൊണ്ടയ്ക്കകത്ത് വന്ന് വീഴത്തുള്ളൂ. അപ്പം ഈ കേചരി മുദ്ര ഇടുന്നതിൻ്റെ കാര്യം തന്നെ അതാണ്. കേചരി മുദ്ര എന്ന് പറയുമ്പോൾ നാക്കിനെ മടക്കി അണ്ണാക്കിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുമ്പം ആ കേചരി മുദ്ര ഇടുന്നതിൻ്റെ അർത്ഥം നമ്മുടെ നാക്കിൻ്റെ നുനിയിൽ സ്ലൈറ്റായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ആ ഇലക്ട്രിസിറ്റി പോയി ആ അണ്ണാക്കിൽ ഉൾനാക്കിൽ ഈ അന്നമില്ലേ, അന്നം ഇതിൻ്റെ അകത്തോട്ട് ഒരു ചെറുതൊന്നും തൂങ്ങി കിടക്കുന്നില്ല, അതിനെ അകത്തോട്ട് പോയി നമ്മൾ നാക്കിനെ തൊട്ടുകൊണ്ടിരിക്കുമ്പം കുറേ നാൾ, ഇന്ന് തൊട്ട് നാളെ അമൃതം വരുമെന്നല്ല, കുറേ നാളങ്ങനെ കേചരി മുദ്രയിട്ട് പ്രാക്ടീസിലിരിക്കുമ്പം, കേചരി മുദ്രയിട്ട് നമ്മൾ ധ്യാനം ചെയ്യുമ്പം കുറേശ്ശെ അമൃതം ചുരക്കാൻ തുടങ്ങും. അമൃതം എന്ന് പറയുന്നത് ആ പീനിയൽ ഗ്ലാൻഡിൻ്റെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും വരുന്ന ഒരു
ഒരു ലിക്വിഡ്, ഒരു ദ്രവം, അതിനെയാണ് അമൃതം എന്ന് പറയുന്നത്. അതിനെയാണ് നെക്ടർ, അമൃതം എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് അമൃതം ചുരക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, അമൃതം ചുരക്കാത്ത സമയത്ത് പുളിപ്പ്, ഉപ്പ്, കയ്പ്പ്, എരിവ്, പിന്നെ പാലിൻ്റെ ടേസ്റ്റ്, അങ്ങനെ പല പല ടേസ്റ്റുകൾ നാക്കിൽ മാറി 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 വരുന്നുണ്ട്. ദേഹത്തിലുള്ള ജഠരാഗ്നിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദേഹത്ത് ഒരു അഗ്നിയുണ്ട്, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ ജഠരാഗ്നി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സെൽസ് എല്ലാം നോർമലായിട്ട് പ്രവർത്തിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നത്. ആ ആഹാരത്തിനെ ദഹിപ്പിക്കാനും ഒരു അഗ്നി വേണം. നമ്മുടെ ദേഹത്തിലുള്ള ആ അഗ്നിക്ക് പേരാണ് ജഠരാഗ്നി. അപ്പം ഇദ്ദേഹത്തിന് ആ ജഠരാഗ്നി അങ്ങനെ കത്തി നിൽക്കുക. അപ്പം ഈ 72,000 നാഡികളിലും ആ ജഠരാഗ്നി ഇങ്ങനെ പായുന്നു. ജഠരാഗ്നി പറയുമ്പോൾ ആ പ്രാണൻ ഓടുന്നു അതിനകത്തൂടെ. അപ്പം അതൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റും, നേരത്തെയും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ദേഹത്തിലുള്ള സകലവിധമായിട്ടുള്ള വേദനകളും അസ്വസ്ഥതകളും അസുഖങ്ങളും മറഞ്ഞുപോയി. വാനിഷ്ഡ് എന്ന് വെച്ചാൽ പെട്ടപാടേ കാണാതെ പോയി. ശബ്ദഭ്രമൻ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ എങ്ങനെ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, കുണ്ടലിനി ശക്തി അവളുടെ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് ചേർന്നു. അപ്പം നടക്കുന്ന ആ സന്തോഷ അവസ്ഥയാണ് ഈ ശബ്ദമായിട്ടും നാദമായിട്ടും ഈ അമൃതമായിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇതുണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത് ശബ്ദബ്രഹ്മൻ. അങ്ങനെ വെച്ചാൽ കുണ്ടലിനി യൂണിയൻ വിത്ത് ഹർ ഹസ്ബൻഡ്. യൂണിയൻ വിത്ത് ഹർ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ, ഹസ്ബൻഡ് ആരാ? പരമശിവൻ എവിടെ ഇരിക്കുന്നത്? സദാശിവൻ എന്നുള്ള പേരിൽ സഹസ്രാര ചക്രത്തിൽ നടുക്കിരുന്ന് ധ്യാനിക്കുന്നതാണ് സദാശിവൻ, പരമശിവൻ. അപ്പം ഈ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി സുഷുമ്നാ നാഡി വഴി മേളിൽ കയറി ഓരോ 3 ഗ്രന്ഥികളുണ്ട്. ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. 3 ഗ്രന്ഥികളെയും അടിച്ചു പൊട്ടിച്ച് തെറിപ്പിച്ച് ഓരോ ചക്രത്തിലായിട്ട്, അതായത് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ കഴിഞ്ഞും കുറേ 5-6 ചക്രങ്ങളുണ്ട് ഇവിടെ. അതെല്ലാത്തിനെയും തുളച്ച് കയറി പൊട്ടിച്ച് മേളിക്കൂടെ പോയി ഇപ്പം കുണ്ടലിനി ശക്തി അവളുടെ ഭർത്താവിൻ്റെ കൂടെ സുഖിച്ച് സുധാസാരാഭി വർഷിണിയായിട്ടാണ് ഇരിക്കുന്നത്. സുധാസാരാഭി വർഷിണി എന്ന് വെച്ചാൽ കുണ്ടലിനി ശക്തി, ആ അമ്മ ഇപ്പം ആ അമൃതത്തിനെ കുടിച്ച് മത്ത് പിടിച്ചിരിക്കുക. സഹസ്രതള പത്മസ്ഥ സർവവർണോപശോഭിത. സഹസ്രതളത്തിൽ ഇരിക്കുമ്പം സർവവർണോപശോഭിതയാണ് ദേവി. ഒരു വർണ്ണത്തിലല്ല, ഒരു കളറല്ല, എല്ലാ കളറിലും അവളെ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഹാപ്പി ആയിട്ടാണ് കുണ്ടലിനി ശക്തി അമ്മ അവിടെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയം. അപ്പം അത് നമ്മളുടെ ഓരോരുത്തരുടെയും ദേഹത്ത്, നമ്മുടെ ദേഹത്തിനെ ഒരു പ്ലാറ്റ്ഫോമാക്കി അതിനെ നടപ്പിലാക്കണം. അപ്പോൾ അത്രയും ദൂരം നമ്മുടെ ദേഹം, നമ്മളുടെ മനസ്സ്, വാക്ക്, ചെയ്ത്ത്, കഴിക്കുന്ന ഫുഡ്, നമ്മളുടെ ദിവസത്തെ ക്രമങ്ങൾ എല്ലാം അത്രയും പെർഫെക്റ്റ് ആവണം. അപ്പോൾ മാത്രമേ ഈ കുണ്ടലിനി ശക്തി ഉണരത്തുള്ളൂ. ഉണർന്ന് മേളിൽ പോയി ഹസ്ബൻഡിൻ്റെ കൂടെ ഒന്നിച്ച് ചേരുമ്പം
സുധാസാരാഭിവർഷിണിയായിട്ട് ഇരിക്കത്തുള്ളൂ. സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത, പല കളറുകളിലും ശോഭിതയായിട്ടിരിക്കുന്നവളാണ്. അപ്പം മുക്താനന്ദയ്ക്ക് ഇത് അനുഭവപ്പെടുന്നു. അതാണ് അദ്ദേഹവും തന്നെ മറന്ന് ലയിച്ച് അങ്ങ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ലിസൺ ടു ലോർഡ്സ് ഫ്ലൂട്ട്. അപ്പം ഫ്ലൂട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നു, കെറ്റിൽ ഡ്രമ്മിൻ്റെ ശബ്ദം കേൾക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് മുക്താനന്ദായ പറഞ്ഞതല്ല, എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയുവാണ്. എനിക്ക് പല ഗുരുക്കന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊരു ഗുരുവാണ് ഈ നാഗർകോയിലിലെ ഒരു ചെറിയ ആശ്രമമുണ്ട്, പന്നിയോടെന്ന് പറയും. പന്നിയോടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആശ്രമമുണ്ട്. അതാണ് SMB മിഷൻ എന്ന് പറയും, ശ്രീ മഹാവതാർ ബാബാജി മിഷൻ, SMB മിഷൻ. അത് നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ അവിടെ ഇത് SMB മിഷനിലെ ഇത് വീഡിയോസ് കിടപ്പുണ്ട്. അതിലെ മെയിനായിട്ടുള്ള ഗുരുവാണ്, അവിടുത്തെ ഗുരുജിയാണ് ബ്രഹ്മാനന്ദഗിരി. നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കാണും. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് ആശ്രമത്തിനെ തേടി കണ്ടുപിടിച്ച് പോയി. എന്നുവെച്ചാൽ വീഡിയോ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റായി. അപ്പോൾ ഞാൻ അവിടെ പോയാണ് ക്രിയായോഗം ആദ്യമായിട്ട് അവിടെ പഠിച്ചതെന്ന് വെച്ചാൽ ദീക്ഷ വാങ്ങിച്ചു. പഠിച്ചത് ഓൺലൈനിലാണ്. എന്നുവെച്ചാൽ അവിടെ ബ്രഹ്മാനന്ദഗിരിയാണ് മെയിൻ ഗുരുജി. പിന്നെ അവിടെ കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അതിൽ നല്ല ഒരു മൂത്ത ഒരു ശിഷ്യനാണ് ബോധാനന്ദ. ഈ ബോധാനന്ദ സ്വാമിജിക്കൊന്നും വലിയ വയസ്സൊന്നുമില്ല, കൂടിപ്പോയാൽ ഒരു 10-40 വയസ്സ് കാണും. നല്ല പഠിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹമാണ് നമുക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പം ലെവൽ 1 ലെവൽ 2 ഒക്കെ ക്ലാസ് എടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. വെറും ഒരു 500 രൂപയുടെ ഫീസാണ് അടയ്ക്കേണ്ടത്. 500 രൂപ ഫീസ് അടച്ചാൽ ഒരാഴ്ച മുഴുക്ക അവർ വളരെ നല്ല ഇത് പ്രാണായാമങ്ങളൊക്കെ പറഞ്ഞു തരും. കൈവല്യ പ്രാണായാമം, മഹാമൃത്യുഞ്ജയ പ്രാണായാമം, ഭസ്ത്രിക 1 2 3 4, മഹാമുദ്ര, എല്ലാം ഞാൻ ഓൺലൈനിലാണ് പഠിച്ചത്. അപ്പം ഒക്കെ പറഞ്ഞു തന്നത് നമ്മുടെ ബോധാനന്ദയാണ്. പിന്നെയാണ് നേരിട്ട് വന്നാൽ, ആശ്രമത്തിൽ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ദീക്ഷ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ദിവസം ആസ് യൂഷ്വൽ അവർ പറഞ്ഞ പോലെ ഒരു തട്ടം നിറച്ച് പൂ, പഴം ഒക്കെ വാങ്ങിച്ച് അവർക്ക് കാവി വസ്ത്രം, നേരിയത്, പിന്നെ ദക്ഷിണ എല്ലാം കൂടെ വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുത്ത് നമസ്കരിച്ച് ഞാൻ ദീക്ഷ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ക്രിയായോഗം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ക്രിയായോഗം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു യോഗമാണ്. ക്രിയായോഗം പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രം വെച്ച് നമുക്ക് മുക്തി നേടാൻ പറ്റും. അപ്പം ഈ ക്രിയായോഗം പറഞ്ഞു കൊടുത്തതാണ് മഹാവതാർ ബാബാജി. മഹാവതാർ ബാബാജിയുടെ താഴെയുള്ള ശിഷ്യന്മാർ, ആ പരമ്പരയൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ ഇഷ്ടംപോലെ കിട്ടും. ലഹരി മഹാസായ അവരൊക്കെ. പിന്നെ ആ പരമ്പരയിൽ വന്നതാണ് പരമഹംസ യോഗാനന്ദ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഒരു യോഗിയുടെ ആത്മകഥ, ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി. അത് 33 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ബുക്കാണ്. അത് നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം. ഞാൻ 2 വെർഷനും പഠിച്ചു. ഇംഗ്ലീഷിലും വായിച്ചിട്ടുണ്ട്, തമിഴിലും വായിച്ചിട്ടുണ്ട്. പിന്നെ മലയാളം വായിക്കാൻ സ്പീഡില്ലാത്തതുകൊണ്ട് അത് വായിച്ചില്ല. അപ്പം നിങ്ങളെല്ലാവരും ആ ബുക്ക് വായിച്ചിരിക്കണം. നേരത്തെ ഒരു സഹോദരി ചോദിച്ചിരുന്നു കമൻസിൽ കുറച്ച് ബുക്സുകളുടെ ലിസ്റ്റ് വേണമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഒരു ബുക്കും നോക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ വന്നതാണ് ഇത്, ഒരു യോഗിയുടെ ആത്മകഥ ബൈ പരമഹംസ യോഗാനന്ദ. അത് നിങ്ങൾ വായിച്ചേ പറ്റൂ. ഓക്കെ. അപ്പം ഇവരൊക്കെ ഒരേ പാരമ്പര്യത്തിൽ വന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ ബ്രഹ്മാനന്ദഗിരിയെക്കുറിച്ച് ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ സ്വാമിജി നല്ല അറിവുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കേട്ടാൽ മതി. അദ്ദേഹം ഈ നാദത്തിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഈ നാദയോഗ എന്ന് പറയും.
നാദയോഗ എന്ന് പറയുന്നത് ഈ കൈയൊക്കെ വെച്ച് കാത് അടച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് അതിനൊക്കെ ടെക്നിക്കുണ്ട്. അതൊന്നും നമുക്കിപ്പം ഞാൻ പറഞ്ഞു തരാനുള്ള യോഗ്യത എനിക്കിനി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിനകത്ത് പറയാത്തത്. അതുമാത്രമല്ല, അതൊക്കെ ഒരു ഗുരു മുഖാന്തരം പഠിക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരാനുള്ള സംഗതി അല്ല. അത് അത്രയ്ക്ക് വലിയ ഉയർന്ന തലത്തിലുള്ളതാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നാദയോഗ എന്ന് പറയും. ആ നാദയോഗ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നാദങ്ങൾ കേൾക്കും. അപ്പം ബ്രഹ്മാനന്ദഗിരി നല്ല മണിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് മൂലാധാരം ആക്ടിവേറ്റ് ആയാൽ എന്ത് ശബ്ദം? ഫസ്റ്റ് നമ്മൾ കേൾക്കുന്നത് ചീവീടിൻ്റെ ശബ്ദം. അപ്പോൾ മൂലാധാരം ആക്ടിവേറ്റ് ചെയ്താൽ ചീവീടിൻ്റെ ശബ്ദം, പിന്നെ സ്വാധിഷ്ഠാനം, പിന്നെ മണിപൂരകം, അനാഹതം, വിശുദ്ധി. അപ്പോൾ ഓരോ ചക്രത്തിൽ കൂടെ കുണ്ടലിനി വരുമ്പം അതായത് ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് പലവിധ നാദങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സ്വാമി മുക്താനന്ദായിക്ക് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനും പലവിധമായ നാദങ്ങൾ കേൾക്കുന്നത്. പിന്നെ ഈ നാദങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ഈ SMB മിഷൻ വഴിയായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അപ്പം എൻ്റെ ഗുരു ബ്രഹ്മാനന്ദഗിരി പറയുന്നത് സഹസ്രാരത്തിൽ വരുമ്പം, അതായത് കുണ്ടലിനി സഹസ്രാരത്തിൽ വരുമ്പം കേൾക്കുന്ന ശബ്ദമാണ് ഇടിമുഴക്കം. ഈ ഇടിമുഴക്കം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അല്ല, അതായത് ഈ മണിയടി തന്നെ കൂട്ടമണിയടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഞാൻ ഇന്നലെ ആ വാക്ക് ഉപയോഗിച്ചത്, കൂട്ടമണിയടി. അതായത് ഒരമ്പലത്തിൽ ഒരേ സമയത്ത് 100 മണി അടിച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രയ്ക്ക് കൂട്ടമണിയടിയുടെ ശബ്ദമാണ് നമ്മുടെ കാതിൽ കേൾക്കുന്നത്. അതെല്ലാം കടന്ന് സഹസ്രാരത്തിൽ വരുമ്പോഴാണ് ഈ ഇടിമുഴക്കം. ഇടിമുഴക്കം എന്ന് വെച്ചാൽ 1 ഇടി 2 ഇടിയല്ല, 100 ഇടികൾ ഒന്നിച്ച് മുഴങ്ങിയാലേ 100 ഇടി മുഴക്കം എങ്ങനെ ഒന്നിച്ചിരുന്നാൽ എങ്ങനെ അത്രയ്ക്ക് ഇടിമുഴക്കം കേൾക്കുമെന്ന്. അപ്പം നമ്മൾക്ക് മനസ്സിലാകണം നമ്മളുടെ സഹസ്രാരം ആക്ടിവേറ്റായി എന്നുള്ളത്. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിനും വന്നു കാണും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത്രയും ക്ലിയറായിട്ട് പറയുന്നത്. അപ്പോൾ അതേ തന്നെ ഇവിടെ മുക്താനന്ദായിക്കും അനുഭവപ്പെടുന്നു. അപ്പം ഫൈനലായിട്ട് മേഘനാദം എന്ന് പറയുന്നതാണ് ഇടിമുഴക്കം. അതാണ് മോസ്റ്റ് ഡിവൈൻ നാദം, ഏറ്റവും വലിയ ദിവ്യമായിട്ടുള്ള നാദം. അത് എവിടെ? അത് കേൾക്കുമ്പം അപ്പർ സ്പേസ് ട്രംബിൾസ്. അപ്പർ സ്പേസ് എന്ന് വെച്ചാൽ ഈ ഉച്ചി കിടന്ന് വിറയ്ക്കും. അങ്ങനെയാണ് അപ്പോഴാണ് ഒരു യോഗിക്ക് ഓം നാദം കേൾക്കുന്നത്. ഓം എന്ന് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കാതിൽ കൂടെ ഓംകാരനാദം കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു യോഗി സമാധി സ്റ്റേറ്റിലോട്ട് പോകുന്നു, സമാധി നിലയ്ക്ക് പോകുന്നു. ഈ ഓംകാരം എന്ന് പറയുന്നതൊക്കെ ആരും ഉണ്ടാക്കിയതല്ല, നമ്മൾ കീബോർഡ് വെച്ചും വീണ വായിച്ചും ഉണ്ടാക്കുന്നതല്ല. ഈ ഓംകാരനാദം എന്ന് പറയുന്നത്, ഓംകാരം എന്ന് പറയുന്നത് തന്നെ സെൽഫ് എക്സിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. സെൽഫ് എക്സിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അത് സ്വയമായിട്ട് ഉണ്ടായതാണ്. ഈ സ്വയംഭൂവായിട്ടുള്ള ലിംഗം, സ്വയംഭൂ ലിംഗം, ഈ 12 ജ്യോതിർലിംഗവും എന്തുകൊണ്ടാണ് ഒരു ഫേമസ്? 12 ജ്യോതിർലിംഗം ഫേമസ്. 12 സ്ഥലത്ത് ലിംഗം സ്വയംഭൂവായിട്ട് ഉണ്ടായി. സ്വയംഭൂ എന്ന് വെച്ചാൽ ആരും ലിംഗത്തിനെ പ്രതിഷ്ഠ ചെയ്തതല്ല, തന്നെത്താനെ ഉണ്ടായതാണ്. അതേപോലെ നിങ്ങൾക്ക് നേപ്പാളിലുള്ള പശുപതിനാഥിൻ്റെ കഥയൊക്കെ കേട്ട് കാണും, ഇല്ലയോ? പശുപതിനാഥ് എന്ന് പറയുന്ന കഥ എന്തോ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. പശുപതിനാഥും പോയിട്ടുണ്ട്, മുക്തിനാഥും പോയിട്ടുണ്ട്. പശുപതിനാഥിൽ അവിടുത്തെ ശിവലിംഗത്തിൽ 4 സൈഡും 4 ശിവൻ്റെ മുഖമാണ്. ഒരേ മുഖം 4 സൈഡും വെച്ചേക്കും. അപ്പോൾ ഏത് കതവിൽ കൂടെ അകത്ത് നോക്കിയാലും നമുക്ക് ശിവൻ്റെ മുഖം കാണാം. ശിവലിംഗത്തിൽ ശിവൻ്റെ മുഖം പതിച്ചിരിക്കും. അപ്പോൾ അത് ഈ പശുപതിനാഥ് എന്ന് പേര് പറയാൻ കാരണം എത്രയോ യുഗങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. അത് ഭൂമിയിലൊക്കെ മണ്ണോടെ മണ്ണായിട്ട് ഭൂമിയുടെ അടിയിൽ പോയി. പക്ഷേ ഇപ്പം ഈ അമ്പലം അവിടെ വരാൻ കാരണം ഒരു പശു ദിവസവും അവിടെ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ മടിയിൽ നിന്ന് പാല് ചൊരിയും. ഇത് ഒരു ദിവസം കണ്ടു, നടന്നു, 2 ദിവസം നടന്നു, 3 ദിവസം നടന്നു, ആൾക്കാർ
കണ്ടും കേട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ പോയി. ഇത് ദിവസവും ഇങ്ങനെ നടക്കുമ്പം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം ആർക്കോ നല്ല തലയിൽ തോന്നി ഇതിൻ്റെ അടിയിൽ ഭൂമിയിൽ എന്തോ ഉണ്ട്. ചിലപ്പം ശിവലിംഗമായിരിക്കും. ആ ലിംഗത്തിനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്യാനാണ് ഈ പശു വരുന്നത് എന്ന് വിചാരിച്ച് അവിടെ തോണ്ടിയപ്പം ശരിക്കും ഒരു ലിംഗം ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പോഴത്തെ പശുപതിനാഥിൻ്റെ അമ്പലമുള്ളത്. പശുപതിനാഥ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഈ മേഘനാഥം, ആ ഇടി മുഴങ്ങുന്നത് നമ്മുടെ തലയിൽ സഹസ്രാരത്തിൽ കേൾക്കുമ്പോഴാണ് നമ്മളെ മറന്ന് സമാധി സ്റ്റേറ്റിൽ പോകുന്നത്. അതാണ് ശരിക്കുമുള്ള ബ്രഹ്മാനന്ദം എന്നാണ് പറയുന്നത്. പിന്നെ സാധാരണ സംസാരത്തിലോട്ട് വരുന്നു. നമ്മുടെ സ്വാമി മുക്താനന്ദ ഈ നാദത്തിനെ കുറിച്ചൊക്കെ മറ്റവരുടെ അടുത്ത് സംസാരിച്ചിരിക്കും. ഉടനെ നോക്കിക്കോണേ, ന്യൂസ് ഭഗവാൻ നിത്യാനന്ദയുടെ കാതിലെത്തി. ഭഗവാൻ നിത്യാനന്ദയ്ക്ക് ദേഷ്യം. മുക്താനന്ദയെ വിളിച്ച് ശരിക്കും ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു. നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇതൊക്കെ വെളിയിൽ വിളിച്ചു കോവി പറയാൻ? ഇതൊക്കെ വെളിയിൽ പറയേണ്ടിയ സംഗതികളാണോ? ഒന്ന് വഴക്ക് പറഞ്ഞു. എപ്പം വഴക്ക് വാങ്ങിച്ചോ, എപ്പം ഇദ്ദേഹം മറ്റവരുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയോ, അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ധ്യാനം കുറേശ്ശെ പിൻവാങ്ങിയെന്ന് വെച്ചാൽ ആ ഏകാഗ്രതയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ആഴത്തിൽ പണ്ടത്തെ പോലെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അവസ്ഥ കുറേ നാൾ ഇരുന്നു. പിന്നെ വീണ്ടും പഴയപടി വന്നു. പിന്നെ ആസ് യൂഷ്വൽ പതിവ് പോലെ എപ്പോഴും പോലെ ഈ ചുമന്ന കളറ്, വെള്ള കളറ്, കറുത്ത കളറ്, ലൈറ്റ് ബ്ലൂ കളറ്, ബ്ലൂ പേള്, ഇത് സാഫ്രോൺ കളറ്, ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മെഡിറ്റേഷൻ കൂടുമ്പം, ആഴത്തിൽ പോകുമ്പം അതിൻ്റെ പ്രകാശം കൂടും. അപ്പം അദ്ദേഹം പറയുന്നത് ഇതൊക്കെ നടക്കുന്നത് ഗുരുകൃപ കൊണ്ട് എൻ്റെ കുണ്ടലിനി ശക്തി ഉണർന്നുകൊണ്ടുമാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം ഗുരു എൻ്റെ ദേഹത്തുണ്ട്, ആ കുണ്ടലിനി ശക്തി എൻ്റെ ദേഹത്തുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹം എവിടെ പോയാലും, കുളിക്കാൻ പോയാലും, നടക്കാൻ പോയാലും, എവിടെ പോയാലും ഇദ്ദേഹത്തിൻ്റെ ഗുരുവാക്കിയ ഭഗവാൻ നിത്യാനന്ദയുടെ ഫോട്ടോയും കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ നാദങ്ങൾ കേട്ടിട്ടും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നത് ഇനിയും എന്തോ ഉണ്ട്, ഞാൻ 100% പെർഫെക്റ്റ് അച്ചീവ് ചെയ്തിട്ടില്ല, എനിക്ക് 100% പെർഫെക്ഷൻ ആയിട്ടില്ല, അപ്പോൾ ഇനിയും എന്തോ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുക, ആ ബ്ലൂ പേൾ കാണുന്നില്ലയോ, ആ ബ്ലൂ പേളിനകത്ത് കയറണം, അപ്പോഴേ എൻ്റെ ധ്യാനം 100% പെർഫെക്റ്റ് ആവത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പം ബ്ലൂ പേൾ വന്ന് അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്റ്റഡിയായിട്ട് വന്ന് നിൽക്കും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടുതൽ എത്ര നേരം കൂടുതൽ നിൽക്കുന്നോ അത്രയും നേരം അതിൻ്റെ വെളിച്ചം, അതിൻ്റെ പ്രകാശം കൂടിക്കൊണ്ട് വരും. അപ്പം ഇദ്ദേഹം ആലോചിക്കും, ഈ ബ്ലൂ പേൾ എന്ന് പറയുന്നത് നീലകണ്ഠനാണോ, തിരുനീലകണ്ഠനാണോ ഒന്ന് തോന്നും. ആ കറുത്ത അത് ബ്ലൂ കളർ തൊണ്ടയിൽ നീല കളറുള്ള തിരുനീലകണ്ഠനാണോ ഇത് എന്ന് അദ്ദേഹം ആലോചിച്ചു പോകും. അതോ എൻ്റെ നിത്യാനന്ദയാണോ നീല കളറിൽ വരുന്നത്, അതോ ദേവിയാണോ, ഭവാനിയാണോ, ഉമാശക്തിയാണോ, കുണ്ടലിനി ശക്തിയാണോ, ആരായിരിക്കും ഈ ബ്ലൂ പേള്? ഇനി എനിക്ക് ഒരുപാട് കാണാനും കേൾക്കാനും ഉണ്ടല്ലോ എന്ന് ഇദ്ദേഹം പറയുന്നു. ആര്? സ്വാമി മുക്താനന്ദ പറയുന്നു. അതുപോലെ അപ്പം അതാണ് പറയുന്നത്. ആൻഡ് റിയലൈസ്ഡ് വാട്ട് എവർ വാസ് ഹാപ്പനിങ് ടു ദ ബ്ലൂ വാസ് ഹാപ്പനിങ് ടു മുക്താനന്ദ.
whatever was happening to the blue pearl was happening to me. My faith in the blue pearl became still stronger. Just as you think in relation to different parts of the body, they are mine, and that is me. So I came to think of the blue. അതായത് ആ ബ്ലൂ പേൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുന്നു, അടുത്തോട്ട് വരുന്നു. അടുത്ത് വരെ അത് വലുതാകുന്നു. അതിൻ്റെ പ്രകാശം കൂടുന്നു. The more change, and the more he opened, the more he expanded and realized what Mukta. അതായത് ആ ബ്ലൂ പേള് ഇങ്ങനെ വലുതായിക്കൊണ്ടേ വരുന്നു. ആ നീല കളർ കാണുമ്പം മുക്താനന്ദയുടെ മനസ്സിൽ പല ഡൗട്ട്സ്, സംശയങ്ങളാണ്. ഇതാണോ എൻ്റെ നീലകണ്ഠൻ? ഇതാണോ അല്ല എൻ്റെ ഗുരു നിത്യാനന്ദ? അതോ ഇത് കുണ്ടലിനി ശക്തിയാണോ? അത് എൻ്റെ അടുത്തോട്ട് വരുന്നു. അടുത്തോട്ട് വരെ അത് വലുതാകുന്നു, നല്ല വളരുന്നു, അതിൻ്റെ പ്രകാശം കൂടുന്നു. ഇത് എന്തവാ എന്ന് ഇങ്ങനെ അദ്ദേഹം അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടം വെച്ച് ഈ ചാപ്റ്റർ തീരുന്നു. അടുത്ത ചാപ്റ്റർ ഇതിനെക്കാട്ടിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. നന്ദി, നമസ്കാരം.